ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും കൂടി നടത്തുന്ന യുദ്ധം ലോകത്തെ ആകെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ ദിശ എങ്ങോട്ടാണെന്നുള്ളത് വലിയ ഒരു എനിഗ്മയായിട്ട്, വൈചിത്ര്യമായിട്ട്, റിഡിലായിട്ട് മാറിയിരിക്കുക, സമസ്യയായിട്ട് മാറിയിരിക്കുക. എങ്ങോട്ട് ഓടിക്കണം കപ്പൽ എന്നറിയാതെ ഉഴലുകയാണ് അമേരിക്ക എന്ന് തോന്നുന്നു. അത് മാധ്യമങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് പാസ്റ്റർമാരെ കൊണ്ട് ശരീരമൊക്കെ മസാജ് ചെയ്യിപ്പിച്ചു, അവരെ കൊണ്ട് മന്ത്രങ്ങൾ ഓതിപ്പിച്ചും ഒക്കെ യുദ്ധത്തിനൊരു ദിശാബോധം കൈവരുത്താൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിലയില്ലാ കയത്തിനകത്തും അതുപോലെ തന്നെ കരകാണാ കടലിലും പെട്ടുഴലുകയാണ് അദ്ദേഹം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള സൂചകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു വശത്തുകൂടെ അദ്ദേഹം കാർഗ് ദ്വീപിലേക്ക്, ഇറാൻ്റെ കാർഗ് ദ്വീപിലേക്ക്, അവരുടെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രബിന്ദു കയറ്റുമതിയുടെ തലസ്ഥാനവുമായ കാർഗ് ദ്വീപിലേക്ക് മെറീൻസിനെ അവരയച്ചു തുടങ്ങാൻ, നുഴഞ്ഞു കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. മറുവശത്തൂടെ ചർച്ച നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചർച്ചയിൽ ആരാണ് ഇറാനെ പ്രതിനിധാനം ചെയ്യുന്നതെന്നുള്ള കാര്യം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്ന് പറയും, അടുത്ത നിമിഷം പറയും കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കും. ഏറ്റവും ഒടുവിലുള്ള തലയ്ക്ക് വെളിവുകേടായിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്ന കാര്യം ഇതാണ്: എണ്ണ എന്ന് പറയുന്നത് തനിക്ക് ഏറ്റവും ഹരമുള്ള വസ്തുവാണ്. എനിക്ക് തോന്നുന്നത് ട്രംപ് മദ്യപിച്ചിരിക്കുമ്പോൾ ഒന്നും, മദ്യപിക്കാത്തപ്പോൾ മറ്റൊന്നുമാണ് പറയുന്നത്. മദ്യപിക്കാത്ത സ്ഥിരബുദ്ധിയോടെ, സ്ഥിതപ്രജ്ഞതയോടെ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം പറയും ചർച്ച വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്, ഇറാനെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല എന്നൊക്കെ പറയും. ഈ മദ്യപിച്ച് തലയ്ക്ക് മത്ത് പിടിച്ചു കഴിയുമ്പോൾ, ലഹരി പിടിച്ചു കഴിയുമ്പോൾ അദ്ദേഹം പറയും എനിക്ക് എണ്ണ വലിയ ഹരമാണ്, അതുകൊണ്ട് ഞാൻ ആ എണ്ണ മുഴുവൻ ഇങ്ങ് കൊണ്ടുപോരും, കോരിക്കൊണ്ട് പോരും. അതുകൂടാതെ അവിടുത്തെ ആണവ ആയുധങ്ങൾ മുഴുവൻ ഞാനങ്ങ് സ്വന്തമാക്കും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനായിട്ട് ഞാൻ മാറും. ഇങ്ങനെയൊക്കെ ഓരോ തലയ്ക്ക് വെളിവില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുടെ അധിപനായിട്ടുള്ള ട്രംപ്. ആ ഒരു വിചിത്രമായിട്ടുള്ള കാര്യം. എന്നാൽ ലോകത്തിലെ ഏതെങ്കിലും തലപ്പൊക്കമുള്ള രാഷ്ട്രങ്ങളെങ്കിലും ഇതിനെയൊന്ന് എതിർക്കാനും ചെറുക്കാനും താങ്കൾ പറയുന്നത് സ്ഥിരബുദ്ധിയില്ലാത്ത കാര്യങ്ങളാണ്, സ്ഥിതപ്രജ്ഞതയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറയാനോ ധൈര്യമില്ല. കാരണം എന്താ? അമേരിക്ക ഇസ്രായേലും കൂടി നടപ്പാക്കുന്നത് ജംഗിൾ രാജാണ്, തനി കാട്ടാളത്വം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു നിയമമുണ്ടല്ലോ. സിംഹം, ഏറ്റവും ശക്തിമാനായിട്ടുള്ള കാട്ടിലെ മൃഗം, അത് പറയുന്നതാണ് അവിടെ നിയമം. അതിനപ്പുറത്ത് ഒരു നിയമവും ഇല്ല. ശക്തി കാണിച്ചുകൊണ്ട് പിടിച്ചടക്കുക എന്ന് പറയുന്ന തരത്തിൽ തനിക്കിഷ്ടമുള്ള മൃഗങ്ങളെ പിടിച്ചു തിന്നുക, ഇതൊക്കെയാണ് കാട്ടിലെ നിയമം. ശക്തിയുള്ള മൃഗങ്ങൾ, അവിടെ ജേതാക്കളും അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കും, അവരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിയമങ്ങളുടെ വഴിയെ മറ്റു മൃഗങ്ങൾ പേടിച്ച് നടക്കണമെന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെല്ലാം. അത് തന്നെ അമേരിക്ക പറയുന്നതിന് ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ? അടുത്ത അറ്റാക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് വരുമോ എന്നുള്ള പേടി. ഇതിനെ എതിർക്കാനും പറയാനും വാസ്തവത്തിൽ വെളിവുകെട്ട മറ്റൊരാൾ മാത്രമേ ഉള്ളൂ, നോർത്ത് കൊറിയൻ പ്രസിഡന്റ്. അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇതിനെതിരായിട്ടൊന്ന് ശക്തമായിട്ടൊന്ന് ശബ്ദിക്കാൻ. അദ്ദേഹത്തെ ഈ സിംഹം ഹയാനയെ ഭയക്കുന്നത് പോലെ തന്നെ ഭയക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ഇതാണ് വാസ്തവം. അപ്പോൾ ഇറാന് അങ്ങനെ ഒരു ചെറിയ ശക്തിയൊന്നുമില്ല. എലിയെ പിടിക്കുന്ന പോലെ പിടിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു പുലിയെ പോലെ അത് ചെറുത്തു നിന്നു. ദി ലയൺ ഓഫ് അറേബ്യ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒമാർ മുഖ്താർ അതിൻ്റെ ഒരു പോരാട്ട വീര്യത്തോടു കൂടി അത് നിലനിൽക്കുക. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന നോവലിൽ മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഹീ കാനോട്ട് ബി ഡിഫീറ്റഡ് എന്ന് പറയുന്നത് പോലെ ആ രാജ്യത്തെ നശിപ്പിച്ചു കഴിഞ്ഞാലും അവർ കീഴടങ്ങുകയില്ല എന്നുള്ളത് ഇപ്പോൾ ട്രംപിന് ഏകദേശം വ്യക്തമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് മോഷ്ടിച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് വെനിസുലയിൽ നിന്ന് അവിടുത്തെ പ്രസിഡന്റ് മഡൂറോയെയും ഭാര്യയെയും മോഷ്ടിച്ചു കൊണ്ടുപോയതുപോലെ കട്ടിലോട് കൂടി. പെണ്ണിനെ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആണിനെയും കൂടെ കൂട്ടത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോയത് അമേരിക്ക മാത്രമേ ഉള്ളൂ. അത്തരം ഒന്ന് തന്നെയാണ് ഈ വൃത്തികെട്ട രാഷ്ട്രീയം അമേരിക്കയിൽ ട്രംപിന് മുമ്പും ഉണ്ടായിരുന്നു. അവർ ചിലിയിലെ അലൻഡെ, കോങ്കോയിൽ, അതുപോലെ തന്നെ ലിബിയയിൽ, വെനിസ്വേലയിൽ ഈയിടെ, അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഈയിടെ തന്നെ, ഗോട്ടിമലയിൽ നേരത്തെ, നിക്കരാഗയിലും മുമ്പ് ഡാനിയൽ ഒർട്ടിഗ ഭരിച്ചിരുന്നപ്പോൾ, അതുപോലെ നമുക്കറിയാമല്ലോ കേരളത്തിൽ വിവാദമായിട്ടുള്ള ഒരു വസ്തുത, CIA പണം കൊടുത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ് അവരുടെ അംബാസഡറായിട്ടുള്ള അന്നത്തെ അംബാസഡറായിരുന്ന പാട്രിക് മൊയ്നിമാൻ തന്നെയാണ്. പലരും പണം വാങ്ങിച്ചവരുണ്ട്, അവരുടെ പരമ്പരകളും കേരളത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി CIA കൈകളുണ്ടെന്നാണ് പറയുന്നത്. നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരും നമ്മുടെ ജോർജ് സോറോസിനോടൊപ്പം കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല സംഘടനകളുണ്ടല്ലോ.
ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരെ നടത്തിക്കൊണ്ട് പോരുന്നതായിട്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഒരു രാക്ഷസീയമായ രൂപം ഇപ്പോൾ ട്രംപിൻ്റെ കാലത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എണ്ണ ഹരമാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ എണ്ണ. എനിക്ക് അവിടെ ഒരു ബംഗാളിൽ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നല്ലോ, തൃണമൂൽ പാർട്ടിയുടെ ആൾ. പെണ്ണുങ്ങൾ എനിക്ക് ഹരമാണെന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്നും വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ, സുമംഗലികളായിട്ടുള്ള സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവരിക, ഭോഗിക്കുക. ഇത് ചെയ്ത് ഒരു ഇപ്പം ജയിലിന് പിന്നിലായിട്ടുണ്ട് BJP-യുടെ സമർത്ഥമായിട്ടുള്ള ഇടപെടൽ കൊണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഷെയ്ക്കായിട്ട് വാണേ എന്ന് പറയുന്ന പോലെ എണ്ണ എനിക്ക് ഹരമാണ്, എണ്ണ എവിടെ ഉണ്ടോ അവിടെ ഞങ്ങൾ പിടിച്ചെടുക്കും. ഭാഗ്യമായിപ്പോയി ഇന്ത്യയിൽ എണ്ണയില്ലാതായത്. എണ്ണ സമ്പത്ത് വളരെ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ അതിനും ഒരു നോട്ടം വിട്ടേന്. ഇവിടെ അതിൻ്റെ പേരിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിച്ചേന്. അതിന് നമ്മുടെ രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ആൾക്കാർ ഓശാന പാടുകയും ചെയ്യുമായിരുന്നു. അതില്ലാത്ത ഇന്ത്യയുടെ ഒരു ഭാഗ്യമെന്ന് മാത്രമേ പറയൂ. എന്നിട്ടും ഇന്ത്യക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്ന ഒരാളും കൂടിയാണ് ട്രംപ്. ഇത് പിന്നിലുള്ളത് നമുക്കറിയാം. അവിടുത്തെ ഈ 2 മതലോബികളാണ്. ഒന്ന് ജൂത ലോബി, അതുപോലെ തന്നെ മറ്റൊന്ന് പെന്തക്കോസ്തു ലോബി എന്ന് പറഞ്ഞാൽ പിന്നെ ആ രണ്ടുമാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എവാഞ്ചലിക്കൽ ലോബി എന്നാണ് അതിന് പറയപ്പെടുന്നത്. എവാഞ്ചലിക്കൽ എന്ന് പറയുമ്പോൾ അവരുടെ പിന്നിലും ഈ മത താല്പര്യങ്ങളും അതുപോലെ പണവും ധാരാളമായിട്ടുണ്ട്. അവർ പറയുന്നത് എന്തും ഈ റിപ്പബ്ലിക് പാർട്ടിയുടെ നേതാക്കന്മാർ പണ്ടും കേട്ടിട്ടുണ്ട്. ട്രംപ് ഇപ്പോൾ കൂടുതലായിട്ട് അവർ പറയുന്ന പോലെ കേൾക്കുന്നു. അങ്ങനെയാണല്ലോ അമേരിക്കയിൽ ഈ ട്രാൻസ്ജെൻഡറുകൾ എന്നൊന്നും ഇല്ല, ഒരു വിഭാഗം ഇല്ല എന്ന് പരസ്യമായിട്ട്, ഗർഭചിത്രം പാടില്ല തുടങ്ങിയ നിയമങ്ങളും ഇതൊക്കെ ഇവാഞ്ചലിക്കൽ ലോബിയുടെ സമ്മർദ്ദ ഫലമായിട്ടുണ്ടാകുന്നതാണ്. പണത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഈ നടക്കുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ അതുപോലെ തന്നെ മിലിറ്ററി നെക്സസ് ഉണ്ട്. പൊളിറ്റിക്കൽ ഇൻഡസ്ട്രിയൽ നെക്സസ്, ആയുധ നിർമ്മാണശാലകൾ ആയിട്ടുള്ള ഇൻഡസ്ട്രികളുമായിട്ട് അവിടുത്തെ പൊളിറ്റീഷ്യൻസുള്ള ബന്ധം, അതിൽ കൂടുതൽ ഭാഗവും നയിക്കുന്നത് ഈ ഇവാഞ്ചലിക്കൽ ലോബിയുടെ പണമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു നെക്സസിൻ്റെ പ്രേരണയുടെ ഫലമായിട്ടാണ് എണ്ണയുള്ള രാജ്യങ്ങളെ പിടിച്ചെടുത്ത് അമേരിക്കയ്ക്ക് വേണ്ടത്ര പണം ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നത്. വെനിസ്വേലയുടെ ഇപ്പോൾ അഭീഷ്ടപ്രകാരം, അമേരിക്കയുടെ അഭീഷ്ടപ്രകാരമാണ് എണ്ണയുടെ വിതരണം നടക്കുന്നത്. അതുപോലെ തന്നെ ഇറാഖിൻ്റേതും കാർഗാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കാർഗിലാണ് ഇറാഖിൻ്റെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 90 മുതൽ 94% വരെ ചരക്ക് നീക്കം നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണഖനികൾ ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ ഇറാനിലാണ്. അബദാൻ എന്ന് പറയുന്ന എണ്ണഖനി ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണഖനിയായിരുന്നു. അതിന് തുല്യമായിട്ട് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എണ്ണയ്ക്ക് പ്രസിദ്ധമാണ്. അവിടെ നിന്നുള്ള എണ്ണ ആ ഐലൻഡ് വിളിച്ചെടുത്തിട്ട് അമേരിക്കയിലേക്ക് അങ്ങ് കൊണ്ടുവരാം, അമേരിക്കയ്ക്ക് അങ്ങനെ ഗ്രേറ്റ് ആവാം എന്നുള്ള ഒരു ആവേശത്തിലാണ് എണ്ണയോടുള്ള ഹരം തുടങ്ങിയിരിക്കുന്നത്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? കരയുദ്ധത്തിൽ അവസാനിക്കും. ഈ കരയുദ്ധം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കരയുദ്ധം വന്നു കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാകുന്നത് തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ഗൾഫാണ്. ഗൾഫിന് ആ ഡാമേജ് വന്നാൽ എന്ത് സംഭവിക്കും? അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ആകെ തന്നെ തകിടം മറിക്കും. അവിടെ നിന്നുള്ള റെമിറ്റൻസസ് വരാതെയാകും. അവരുടെ ജീവനും അതുപോലെ സ്വത്തിനും ഭീഷണിയാവും ഗൾഫിലെ ഇന്ത്യക്കാരുടെ, പ്രവാസികളുടെ. ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കയ്ക്ക് എണ്ണ കൊണ്ടുപോയാൽ മതി, ഇന്ത്യക്കാർക്ക് എന്ത് പറ്റുന്നു എന്നുള്ളത് അവർക്ക് പ്രശ്നമേ അല്ല. അങ്ങനെ ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഡീസലൈനേഷൻ പ്ലാന്റുകൾക്ക് നേരെയും ചിലപ്പോൾ ഇറാൻ മിസൈൽ അയച്ചെന്നിരിക്കും. വെള്ളം കൂടി മുട്ടും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ആ വമ്പിച്ച ആപത്തുകളും ഭവിഷ്യത്തുകളും ഉണ്ടാകുന്ന ഇന്ത്യക്കാർക്കാണ്. എന്നിട്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും ഒരു വിഷയമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നുള്ളതല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇത് പിന്നെ ഓയിൽ സ്പില്ലേജ് എന്ന് പറയുന്ന മറ്റൊരു പ്രതിഭാസവും കൂടെ ഉണ്ടാക്കും. ഓയിൽ സ്പില്ലേജ് എന്ന് പറഞ്ഞാൽ എണ്ണ പിടിച്ചെടുക്കുമ്പോൾ യുദ്ധം ഉണ്ടാവും, മിസൈൽ അവിടെ ചെന്ന് വധിക്കുകയും ചെയ്താൽ എണ്ണയിൽ കുറേ കടലിലേക്ക് പോകും. അതിനാണ് ഓയിൽ സ്പില്ലേജ് എന്ന് പറയുന്നത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സ്യം പോലും വളരുകയില്ല. ഡെഡ് സീ, കടൽ മരിച്ചു കഴിഞ്ഞു, ഒരു ജീവനും ഉണ്ടാവില്ല. അപ്പോൾ മത്സ്യം കഴിക്കാൻ പറ്റാതെയാവും. എന്ന് മാത്രമല്ല, ഇതിൽ കുറച്ച് നമ്മുടെ വയറ്റിലും എത്തും. ഏതെങ്കിലും വഴിക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കും ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ലോകത്തെ മുഴുവൻ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് കുറച്ച് എണ്ണയ്ക്ക് വേണ്ടി ഈ കൊടിയ യുദ്ധം, ഈ മഹാഭാവം അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.